ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയൊരു കുക്കിംഗ് വീഡിയോ എന്ന് വിചാരിക്കും. അങ്ങനെ വലിയൊരു കുക്കൊന്നല്ല ഞാൻ, പക്ഷെ ഒരു സാധനം ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഒരു റെസിപ്പി ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴം നെയ്യിൽ പൊരിച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് കഴിച്ച ഒരു സാധനം. അത് കണ്ടപ്പോൾ മുതലൊരു കൊതി വരാൻ തുടങ്ങിയതാണ്. പക്ഷെ നമ്മുടെ ഷോപ്പുകളിലും കാര്യങ്ങളൊന്നും അത് കിട്ടാനില്ല. അപ്പം നമ്മൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കുക്കും കാര്യങ്ങളൊന്നും അല്ല, ഒരു പരീക്ഷണമാണ്. സക്സസ് ആവില്ല എന്നറിയില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. ആദ്യം വേണ്ടത് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന പഴമാണ്. പിന്നെ വേണ്ടത് നെയ്യാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മിൽമയുടെ നെയ്യാണ്. പിന്നെ ആവശ്യത്തിന് പൊടിച്ചെടുത്തേക്കുന്ന കുറച്ച് ശർക്കര, പിന്നെ ആവശ്യത്തിന് ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര, ആവശ്യത്തിന് ഏലക്കാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ ഐസ്ക്രീം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല, അത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണ്. അത് നമുക്ക് ടൈം ആകുമ്പോൾ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ബാക്കി നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് എത്തിക്കാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഫ്രൈ പാൻ ഒന്ന് വെക്കാം. ചൂടായിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഇത്തിരി നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യൊന്ന് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്ലിറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ പഴം വീതം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഏകദേശം വിളഞ്ഞ് വരുമ്പോൾ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ പതുക്കെ നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇതിനിടയ്ക്ക് നമ്മൾ ഏലക്കായ ഇട്ടിരുന്നു, പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്കൊന്ന് തേൻ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വന്നേക്കുന്നത്, നമ്മുടെ വാനില ഐസ്ക്രീം. മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴച്ച് പഴവും ഐസ്ക്രീമും. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഒരു തവണ കഴിച്ച് മതിയാവാത്ത ഞാൻ വീണ്ടും എടുത്ത് കഴിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. ലാലേട്ടാ, താങ്ക് യു ഇങ്ങനത്തെ ഒരു റെസിപ്പി നമുക്ക് തന്നതിന്. ഒരു രക്ഷയില്ല പറയാനായിട്ട്. ഇത് എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് നോക്കേണ്ടതാണ്. പിന്നെ മധുരം ഓവറായിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് പറ്റിയെന്ന് വരില്ല. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ കഴിച്ചിട്ട് മതിയാവുന്നില്ല. രക്ഷയില്ല, അടിപൊളി.
ഇത് തന്നെ പപ്പടം വെച്ചിട്ട് കഴിക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ കണ്ടിരുന്നു. നമുക്ക് അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഐറ്റം എങ്ങനെ കഴിച്ചാലും ഓക്കെയാണ്. പപ്പടം വെച്ച് കഴിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്പിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പപ്പടം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഈ സാധനം മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ രാഹുൽ മോഹൻ.